നമ്മളിപ്പോഴത്തെ തലമുറ നമ്മളെല്ലാവരും യൂട്യൂബിലും ടി വിയിലൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ 1 ഒരു കൾട്ട് സ്റ്റാറ്റസ് വന്നത്. അപ്പോൾ ഇന്ത്യൻ 2 അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും നോക്കി കണ്ടിരുന്ന സംഭവമായിരുന്നു ഇന്ത്യൻ 2 എന്തായിരിക്കും, എങ്ങനെയായിരിക്കും പുതിയ കാലഘട്ടത്തിൽ അത് അവതരിപ്പിക്കാൻ പോകുന്നതെന്നുള്ളത്. അതിന് ഇന്ത്യൻ 1 അല്ലെങ്കിൽ ആ പുട്ട് ഫോർവേഡ് ചെയ്ത ആശയത്തിനോട് പൂർണ്ണമായിട്ടും ഇന്ത്യൻ 2 ആ കൺസെപ്റ്റ് എന്നോട് നീതി പുലർത്തിയിരിക്കുന്നു. ചില സമയത്ത് ഇത്തിരി ലാഗൊക്കെ അനുഭവപ്പെടും ഫസ്റ്റ് ഹാഫിൽ, പക്ഷേ സെക്കൻഡ് ഹാഫ് അത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ചടുലമായ കുറച്ച് ആക്ഷൻ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും സേനാപതിയുടെ തേരോട്ടം അവസാനിക്കുന്നില്ല, ഇന്ത്യൻ 3 തുടരും എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി വളരെ എന്തൊക്കെയോ സംതിങ് ഇൻട്രസ്റ്റിംഗ് വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു യങ്ങർ വെർഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ത്യൻ 3 ട്രെയിലറും അവസാനം വരുന്നുണ്ട്. സോ ഈ ഒരു കറപ്ഷനെതിരായിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു തീമായിട്ട് ഇപ്പോഴും സിനിമയ്ക്ക് പ്രാധാന്യമുണ്ട്. കമലഹാസനും പൊളിയാണ്. ഇഷ്ടപ്പെട്ടു. 3 കാണാനുള്ള ഒരു ഇതുണ്ടോ? ഇന്ത്യ ഫസ്റ്റ് കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഇഷ്ടം നന്നായിട്ട് തോന്നിയത്? പടം ഓക്കെയാണ്, ബോറൊന്നും പറയാനില്ല. 3 മണിക്കൂറോളം ഓടുന്നുണ്ട്. 3 മണിക്കൂറും ലാഗൊന്നുമില്ല. ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. ക്ലൈമാക്സിൽ ചേസിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കമലിന് ആക്ടിങ് സ്കോപ്പ് ഇല്ല ഈ സിനിമയിൽ. 28 ഇയേഴ്സ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആ പ്ലോട്ട് വിട്ടിട്ട് ഇവർക്ക് ഈ കഥ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3 ലീഡ് ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്. അതിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 ഒരു 2025 വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സിനിമ ആയിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇന്ത്യൻ 1 ആണോ ഇന്ത്യൻ 2 ആണോ ബെറ്റർ? ഇന്ത്യൻ 1 ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ 1 നമുക്കൊരു പറയുകയാണെങ്കിൽ പലരും ജനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുക്കുന്ന ആരെങ്കിലും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഇപ്പം ഇല്ല. അതങ്ങനെയാണ് അങ്ങനെ വരുള്ളൂ. അതിനായിട്ടൊരു കമ്പാരിസണും ചെയ്യേണ്ട. 2022 ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുന്ന് കാണാം, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ 3 ലീഡ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിരിക്കും, എക്സ്പെക്ട് ചെയ്യാം. കമലഹാസൻ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓർഡറിലൊക്കെ പോകുന്ന സീനൊക്കെ പോകണം. പക്ഷെ അത് കുറച്ച് അധികമായി പോയി. ചില സമയത്ത് നമുക്ക് ബോറടിച്ച് തോന്നും. എന്നാലും കുഴപ്പമില്ല. പണ്ടത്തെ സിനിമ നമ്മൾ ഇന്ത്യൻ 1 ആ ഒരു ആദ്യം വന്ന് കണ്ടപ്പോഴുള്ള നമ്മൾക്കൊരു ഫീലാണ്. ഞാനൊക്കെ കണ്ടാണ്, തിയേറ്ററിൽ കണ്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം കൊള്ളാം. ഇപ്പോഴത്തെ സ്റ്റൈലിൽ എടുത്തേക്കണ പടം. കമലഹാസൻ്റെ ഫൈറ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് എല്ലാം കൊള്ളാം. എന്തോ അത്ര നല്ല ഇതല്ല, എന്നാലും പടം നല്ല പടം കണ്ടിരിക്കും. കമലഹാസൻ സൂപ്പറായിരുന്നു. ഫൈറ്റൊക്കെ നല്ല സൂപ്പർ. ആ സീനൊക്കെ നമുക്ക് നെടുമുടി സാറിനൊക്കെ നമുക്ക് ഒരു ഫീലല്ലേ സിനിമയിലെ കാണുമ്പോൾ. എല്ലാവരും കൊള്ളാം. സിദ്ധാർത്ഥ് നല്ല സൂപ്പറായിരുന്നു. പിന്നെ എല്ലാവരും കൊള്ളാം നന്നായിട്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ 3 വരുന്ന കാണിക്കുന്നത്. ഇന്ത്യൻ 3 2015 അധികം താമസിക്കാതെ വരികയാണെങ്കിൽ നന്നായിരുന്നു. എന്തായാലും കാണാനുള്ളൊരു ആകാംക്ഷ കൊള്ളാം തന്നെ. കുഴപ്പമുണ്ടായില്ല. ഇന്ത്യൻ 1 കണ്ടിട്ടുണ്ടായിരുന്നോ? ഇന്ത്യൻ 1 തന്നെയല്ലേ ആണോ? ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു 99% ആളുകളുടെ ഒരു അഭിപ്രായമായിട്ട് പറയാണ്. പേഴ്സണലി രാവിലെ വന്നൊരു ആരും ഹാപ്പിയായിട്ട് തോന്നില്ല. ഇവിടെ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് വിചാരിക്കരുത്, കണ്ടിരിക്കാം. പക്ഷേ നമുക്കൊരു നമ്മുടെ ഒരു പഴയ ഒരു ഇന്ത്യൻ കണ്ടൊരു ഫീലില്ല പടത്തിൽ. അതാണ്, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ടെക്നിക്കലി ഹൈ ബഡ്ജറ്റ്, ഓരോ സീനിലും ഒരു 1000 കാസ്റ്റിങ്ങും വമ്പൻ ലക്ഷറി സെറ്റും കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിലൊക്കെ ഓക്കെയാണ്. അല്ലാതെ ഒരു ഗൂസ്ബംപ്, ഒരു വികാരം വരുന്നൊരു പരിപാടി ആകെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിലാണ്. ട്രെയിലറൊന്നും അല്ല ബ്രോ, ആ ഒരു നമുക്കൊരു സിനിമ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല. ഇപ്പോൾ കമലഹാസനെ പോലെ ഒരു ലെജൻഡറി ആക്ടറിൻ്റെ ഒരു ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസി ഡ്രസ് പരിപാടി ഇല്ലേ, അത് ഇത് എല്ലാത്തിലും തന്നെ കാണിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു നല്ലൊരു ഒരു തിയേറ്ററിൽ ഒരു പക്ക ഒരു സ്റ്റഫ് കാണണമെങ്കിൽ ആ ഒരു വികാരമൊന്നും ഉണ്ടാവില്ല സിനിമ കണ്ടിട്ട്. കമലഹാസൻ്റെ ഒരു പെർഫോമൻസ്, കമലഹാസനൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മുഖത്തിപ്പോൾ
ഈ 5-6 മൈദയും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അതായത് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ ഒരു പരിപാടി നമുക്ക് ഫീൽ ചെയ്യും. ഒരു കുറ്റമല്ല പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഒരു സീനിൽ പോലും ഒരു കയ്യടി ഉണ്ടായിട്ടില്ല. അത്ര ഒരു ലെജൻഡറി മൂവിയാണ് ഇന്ത്യൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കമലഹാസൻ എന്നുള്ള ആക്ടറും ശങ്കറിന്റെ ഡയറക്ടറും നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ഇന്ത്യൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ. മ്യൂസിക് മാത്രം എനിക്ക് മ്യൂസിക് എത്ര എ.ആർ. റഹ്മാൻ്റെ ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക്. ആ പോർഷൻസ് ഒക്കെ ഗംഭീരമായി തോന്നി. പക്ഷെ അല്ലാതെ ക്രിയേഷൻ അത്ര സുഖകരമായി തോന്നിയില്ല. നെടുപിടി വേണമൊക്കെ തിരിച്ച് നമുക്ക് കാണാനായി സ്ക്രീനിൽ. ഡെഫിനറ്റ്ലി ആ മൊമെന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പുള്ളിയുടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോട്ട്സിലെ അത് അങ്ങനത്തെ ഫീൽ ചെയ്യുന്നുള്ളൂ. വേറെ ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു. ഇന്ത്യൻ 3യുടെ ട്രെയിലർ കണ്ടല്ലോ. വേറെ ഈ ഇന്ത്യൻ 2-ന്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3യുടെ ട്രെയിലർ കണ്ടത്. കമലിൽ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ കണ്ടു. അത് നൈസാവും തോന്നുന്നു. സ്റ്റോറി വൈസ് ഇന്ത്യൻ 1 ആണോ ഇന്ത്യൻ 2 ആണോ? ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2-നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പറഞ്ഞ മൂവിയാണ്. അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യുന്നത് ശരിയായിട്ടുണ്ടാവില്ല. കമലഹാസന്റെ മേക്കപ്പ് ലുക്സ് അതൊക്കെ എങ്ങനെ കുഴപ്പമുണ്ടായിട്ട് തോന്നിയില്ല. നൈസായിട്ട് തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ 3-ന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. പാർട്ട് 1 വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശമാണ്. പാർട്ട് 1 രണ്ട് തരത്തിലാണല്ലോ നിൽക്കണത്. അങ്ങനെ വെച്ച് നോക്കി പാർട്ട് 1 അല്ല നല്ലത്. ഭയങ്കര മോശമായിട്ട് തോന്നി. പാർട്ട് 3 ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് വളരെ മോശമായിട്ട് തോന്നി. 3യുടെ ട്രെയിലർ കണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? അത് കാണാനുള്ള ഒരു ഫീലിംഗ്. 3യുടെ ട്രെയിലർ കണ്ടല്ലോ, അത് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വെയിറ്റ് ചെയ്യാനുള്ള സാധനമൊന്നും ഇല്ല. വെറുതെ എന്തിനു വേണ്ടി കളക്കുന്ന സാമ്പാറെന്ന് പറയണ പോലെ ആവശ്യമില്ലാതെ. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ത്യൻ 1 ആണോ 2 ആണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? അതെപ്പോഴും 1 തന്നെയാണ്. കാരണം ആ ഒരു കണ്ടന്റ് ഓൾറെഡി അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും പിന്നെ അതേ കണ്ടന്റ് തന്നെ രണ്ടാമത് വരുമ്പോഴും ഇപ്പോൾ ഏതൊരു സിനിമയാണെങ്കിലും സെക്കൻഡ് പാർട്ട് വരണമെങ്കിൽ അത്രയും നന്നായാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് അത് കാണുമ്പോൾ അത് തന്നെയാണ് എനിക്കിപ്പോഴും നന്നായിട്ട് തോന്നുന്നത്. ഇന്ത്യൻ 2 പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടി തന്നില്ല. ഇല്ലില്ല, റിസൾട്ടൊന്നും അത്രയും ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്ത്യൻ 3ക്ക് വേണ്ടിയിട്ട് നോക്കാം. ട്രെയിലർ എങ്ങനെ ഉണ്ട് 3 കണ്ടപ്പോൾ? 3 കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിപ്പോൾ എങ്ങനെ വരാമെന്ന് നമുക്ക് അറിയില്ല. ഈ പറഞ്ഞ പോലെ ട്രെയിലറിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അത് മിക്കതും വരുന്നുണ്ടാവുമെന്നാണ് പറയണത്. അപ്പോൾ കമലഹാസൻ ഇന്ത്യൻ 3യുടെ സ്ക്രിപ്റ്റ് കൂടി കേട്ടിട്ടാണ് ഇന്ത്യൻ 2 ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു. ഇന്ത്യൻ 3യുടെ സ്ക്രിപ്റ്റ് നല്ലതെന്ന് മൂപ്പര് പറയുന്നുണ്ട്. നമുക്കത് കണ്ടു നോക്കിയാൽ അറിയാം.